ശോഭാ സുരേന്ദ്രന്റെ വിജയത്തിനായി NDA BJP അവരുടെ ആവനാഴിയിലെ എല്ലാം പ്രയോഗിച്ചു. പണം, മോഡി, ഏറ്റവും കേരളത്തിൽ എവിടെയും നിന്നാൽ വോട്ട് വർദ്ധിപ്പിക്കുക മാത്രം ചെയ്തിട്ടുള്ള സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ. സ്ത്രീ, പാലക്കാട് പോലെ വളരെ 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 നീണ്ട കാലമായി RSSന്റെയും BJPയുടെയും ഒരു ശക്തി കേന്ദ്രമായ പാലക്കാട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ ശോഭാ സുരേന്ദ്രൻ തോൽക്കുമെന്ന് ഉറപ്പിച്ചു പറയാൻ ഞാൻ തയ്യാറാവുന്നതിന്റെ ഒരു കാരണം ഈ ഇന്നലെ നടന്ന സംഭവമാണ്, മിനിഞ്ഞാന്ന് നടന്ന സംഭവമാണ്. ഇല്ലെങ്കിൽ ഞാൻ പറയുമായിരുന്നു അവർ ഒരു നല്ല മത്സരമാണെന്ന്. മിനിഞ്ഞാന്ന് കയ്യോട് കൂടി അവർ പണം കൊടുക്കുന്നത് പിടിക്കപ്പെട്ടതോടുകൂടി ഇവർ ജയിച്ചാലും കേരളത്തിലെ ഹൈക്കോടതി ഇവരെ ആ സ്ഥാനത്ത് നിന്ന് അതിവേഗം നീക്കുമെന്ന് പാലക്കാടെയും കേരളത്തിലെയും ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഒരു മാസങ്ങൾക്ക് വേണ്ടി ഒരു BJP സ്ഥാനാർത്ഥിയെ പാലക്കാടിലെ ജനങ്ങൾ തെരഞ്ഞെടുക്കുകയില്ല. അതുകൊണ്ട് അവർ തോറ്റു കഴിഞ്ഞു എന്നാണ് എനിക്ക് ഇന്ന് പറയാനുള്ളത്. അപ്പൊ ഇങ്ങനെയാണ് രാഷ്ട്രീയം ഒരു പറഞ്ഞത് തന്നെ പറഞ്ഞിരിക്കലല്ലോ. അതിനു മുൻപ് ഒരു കടുത്ത മത്സരം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ച് അവിടെ അതിനുവേണ്ടി പോയ എനിക്ക് ആ നടന്ന സംഭവത്തിന് ശേഷം അരുൺ പിഷാരടി സുഖകരമായി ജയിച്ചു കയറും എന്നുള്ള ഒരു പ്രതീക്ഷയാണ്. നേരെ മറിച്ച് നിയമത്തെക്കുറിച്ച് എനിക്കില്ല. നിയമത്തും ഞാൻ ശിവൻകുട്ടി ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നയാളാണ്. വളരെ ആത്മാർത്ഥമായി എൻ്റെ വളരെ അടുത്ത സുഹൃത്തും സഖാവുമാണ് ശിവൻകുട്ടി. അദ്ദേഹത്തിന്റെ ഭാര്യ എൻ്റെ വളരെ അടുത്ത വേറൊരു സഖാവാണ്, PGയുടെ മകൾ. അപ്പോൾ ഞാനിത് പറയുന്നത് എൻ്റെ ആഗ്രഹമല്ല. അവിടെയും വൻ കൃത്രിമം BJP RSS നടത്തിയിട്ടുണ്ട്. അത് ഒരു പക്ഷേ ഇടതുപക്ഷത്തിനും അല്ലെങ്കിൽ UDFനും മനസ്സിലാക്കാത്തവണ്ണം നടന്നിട്ടുണ്ട്. എന്നാൽ എല്ലാ കൃത്രിമങ്ങളും ഒരുപക്ഷെ ജയിക്കാൻ പോകുന്നത് കഴക്കൂട്ടത്താണ്. കാരണം കഴക്കൂട്ടത്ത് അവർ ഉപയോഗിച്ചത് വളരെ വ്യക്തിപരമായി കടകംപള്ളി സുരേന്ദ്രനെ ഇല്ലാതാക്കുന്ന പ്രചരണം കൂടി അവിടെ നടത്തിയിട്ടുണ്ട്. അതിന്റെ കണക്കുകൾ, തിരഞ്ഞെടുപ്പ് കണക്കുകൾ, കോൺഗ്രസിന്റെ പ്രതിപക്ഷ സ്ഥാനാർത്ഥി അയാൾ ദുർബലനാണ്. ഈ കാരണങ്ങൾ കൊണ്ട് തീർച്ചയായും കഴക്കൂട്ടത്ത് BJP കണ്ണുവെച്ച സീറ്റാണ്, നിയമം കണ്ണുവെച്ച സീറ്റാണ്. അവിടെ വിജയ സാധ്യതകൾ നിങ്ങൾക്ക് തള്ളിക്കളയുന്നവർ വെറുതെ മനസ്സമാധാനത്തിന് വേണ്ടി വോട്ടെണ്ണൽ വരെ പറഞ്ഞിരിക്കുകയാണ്. അതുമാത്രമല്ല, കാട്ടാക്കടയിലെ അഭൂതപൂർവമായ വോട്ട്. ഞാൻ കാട്ടാക്കട പറയുമ്പോൾ അറിയാത്തവർ പറയും കാട്ടാക്കടയോ, കാട്ടാക്കടയുടെ സ്വഭാവം അറിയാതെ കാട്ടാക്കട. ഇനി വേറൊരു കാര്യം, തിരുവല്ലയിൽ എന്താണ് ഇനി ബാക്കിയുള്ളത്? താങ്കൾ പറയുന്നത് പോലെ സീറ്റൊന്നും കിട്ടില്ല എന്ന് താങ്കളുടെ സുഹൃത്തുക്കൾ പറയുന്നെങ്കിൽ ശരി, എന്റെ അഭിപ്രായം അതല്ല എന്ന് ഞാൻ വ്യക്തമാക്കുന്നു. അവർക്ക് 1, 2 അതിലധികമോ സീറ്റുകൾക്കുള്ള കോപ്പ് അവർ കൂട്ടിയിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷന്റെ സഹായത്തോടെ അവർ നേടിയെടുക്കാൻ ശ്രമിക്കും. അത് സംബന്ധിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, തിരുവല്ലയില് ഞാൻ അതുപോലെ തന്നെ സംസാരിച്ചു. എൻ്റെ ഒരു പഴയ സുഹൃത്ത് അവിടെയുണ്ട്. അദ്ദേഹം പറഞ്ഞു അനൂപ് ആന്റണി ആരാണെന്നോ അദ്ദേഹം എന്താണെന്നോ അവിടെയുള്ളവർക്കൊന്നും അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിന് അവർക്കറിയാവുന്നത് അയാൾ ഒരു BJPയുടെ കാൻഡിഡേറ്റ് ആണ് എന്ന് മാത്രമാണ്. FCRAയുടെ ഇഷ്യൂയുടെ ശേഷം കേരളത്തിലെ ക്രിസ്ത്യൻ സഭയും ക്രിസ്ത്യാനികൾ ഈ സർക്കാർ BJP മോഡിയുടെ സർക്കാർ അവർക്കെതിരാണ് എന്നുള്ളൊരു ഫീലിംഗ് പോയിട്ടുണ്ട്. അതിൻ്റെ പേരിൽ തിരുവല്ലയിൽ നോക്കേണ്ട കാര്യമില്ല. മാത്രമല്ല, കഴക്കൂട്ടത്ത് ശരത്ചന്ദ്ര പ്രസാദ് നേരത്തെ ഒരു പ്രാവശ്യം ജയിച്ചപ്പോൾ അദ്ദേഹം 500 വോട്ടിനാണ് ഞാൻ കേട്ടത് ആറ്റിങ്ങൽ നിന്ന് ജയിച്ചത്. ആറ്റിങ്ങൽ പോലെ വളരെ CPMന് വളരെ ശക്തിയുള്ള ഒരു സ്ഥലത്ത് അവരെ അപ്സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കക്ഷിയാണ്. ചെമ്പഴന്തി കോളേജിലെ KSUക്കാരായിട്ട് വളർന്ന ഒരു കക്ഷിയാണ് അദ്ദേഹത്തിന് ആ ഏരിയയുടെ പൊളിറ്റിക്സും ആൾക്കാരെയും ശരിക്കും അറിയാവുന്ന ഒരു മനുഷ്യനാണെന്നാണ് ഞാൻ കേട്ടത്. താങ്കളുടെ കൂട്ടുകാർ ചെറുപ്പക്കാരായിരിക്കും. ശരത്ചന്ദ്ര പ്രസാദിന്റെ രാഷ്ട്രീയ ജീവിതം വേണ്ടത്ര അറിയാത്തവരാണ്. ഞാൻ വളരെ അടുത്ത് അദ്ദേഹത്തെ കരുണാകര ഭക്തനാണ്. ഞാനിപ്പോ നമ്മൾ തമ്മിൽ തർക്കിക്കേണ്ടത്. ബന്ധുക്കളായ ജേർണലിസ്റ്റുകളെ ഇവിടെ എന്നാ ശരി, ശക്തനായ
ശരി, ശക്തനായ സ്ഥാനാർത്ഥിയാകട്ടെ. അത് അങ്ങനെ താങ്കളുടെ ശരിയായിക്കൊള്ളട്ടെ. അപ്പോൾ കോൺഗ്രസിന് പിടിക്കാവുന്ന വോട്ടുകളെല്ലാം ശരത്ചന്ദ്ര സാസ് പിടിച്ച് അങ്ങനെ കടകംപള്ളി പിന്നെ ജയിക്കട്ടെ, അതിലൊന്നും തറ്റില്ല. എന്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. എനിക്കറിയാവുന്ന ശരത്ചന്ദ്ര പ്രസാദിനെയും കടകംപള്ളിയെയും ആ നിയോജക മണ്ഡലത്തിലെയും വെച്ച് വളരെ വളരെ അപകടകരമാം വിധം വളരെ വളരെ അപകടമാണ്. പക്ഷെ അവര് ഇതൊരു ടഫ് ഫൈറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു വെക്കുന്നത്. അതെ, അത് ടഫ് ഫൈറ്റ് എന്ന് പറയാൻ മാധ്യമ പ്രവർത്തകർ വേണ്ടല്ലോ. ആര് ജയിക്കുമെന്ന് പറയാൻ കഴിയുന്നിടത്താണ് മാധ്യമ പ്രവർത്തകനും വെറുതെ ഒരു കണക്ക് പറച്ചിലുകാരൻ തമ്മിലുള്ള വ്യത്യാസം. അല്ല, ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. ഞാൻ താങ്കൾ BJP-യുടെ കാര്യം ചോദിച്ചത് കൊണ്ട് ഇത് കേൾക്കുന്ന അപൂർവ പേർക്കെങ്കിലും സത്യം അറിയണം. ഈ 10 മണ്ഡലങ്ങളിൽ BJP സകല ശക്തിയും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. താങ്കൾ തിരുവല്ലയുടെ കാര്യം എന്നെ പറയാൻ അനുവദിക്കുന്നില്ല. ഇത് കേൾക്കുന്ന ഈ കേരളത്തിന് പുറത്തുള്ളവരെങ്കിലും മനസ്സിലാക്കണം. തിരുവല്ലയിൽ ഞാൻ പറഞ്ഞതുപോലെ ശരിയായി മോഡിയുടെ ഒരു വലങ്കൈയായിട്ടുള്ള ഒരു ക്രിസ്ത്യൻ ചെറുപ്പക്കാരനെ തിരുവല്ലയിൽ അവതരിപ്പിച്ച് അദ്ദേഹത്തിന് വേണ്ടി വന്ന് കൈ പൊക്കി പിടിച്ച് വോട്ട് ചോദിച്ച തിരുവല്ല മണ്ഡലത്തിൽ ശക്തമായ മത്സരമാണ് BJP കാഴ്ചവെക്കുന്നത്. ഇത് നമ്മളുടെ പൊതുവിലുള്ള ഇത്തരത്തിലുള്ള ചാനൽ ചർച്ചകളിൽ തിരുവല്ലയും കാട്ടാക്കടയും വരാത്തത് കൊണ്ടാണ് ഞാൻ ഊന്നി പറയുന്നത്. എനിക്കിതിൽ പ്രത്യേക താല്പര്യമൊന്നുമില്ല. ഇത് നാളെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇത് കാണാൻ പോകുന്നതാണ്. കേരളത്തിലെ മാധ്യമങ്ങളെ മാത്രം വിശ്വസിച്ച്, അവരുടെ തലക്കെട്ടും മാത്രം വിശ്വസിച്ച് നമ്മളെ പോലെയുള്ള രണ്ട് പ്രായം ചേർന്ന ഞാൻ തിരുവല്ലയിൽ പ്രത്യേകിച്ച് പറയാൻ കാരണം, ഞാൻ സംസാരിച്ചത് മാധ്യമപ്രവർത്തകനല്ല. അവിടെയുള്ള ഒരു പഴയ എന്താണ് അദ്ദേഹത്തിന് മനോരമയുടെ ഏജൻസി ഉണ്ടായിരുന്നു. പക്ഷെ മാധ്യമ പ്രവർത്തകനല്ല. മാത്രമല്ല വളരെ കണക്റ്റഡ് ആണ്. അദ്ദേഹം ക്രിസ്ത്യാനിയുമല്ല. അദ്ദേഹം പറഞ്ഞതാണ് ഞാൻ ഊന്നുന്നത്. പക്ഷേ നമുക്ക് വേറൊരു അനുബന്ധമായ വിഷയത്തിലേക്ക് വരാം. താങ്കൾ പറഞ്ഞു പല മന്ത്രിമാർക്കും ഞാൻ കേൾക്കുന്നു അവരുടെ സീറ്റ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. അത് എത്ര കണ്ട് മന്ത്രിമാർ ഉൾപ്പെടെ, മാത്രമല്ല ഇടതുപക്ഷ മുന്നണിയുടെ ചെയർമാൻ രാമകൃഷ്ണന്റെ സീറ്റിൽ വരെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി നല്ല മത്സരം കാഴ്ചവെക്കുന്നു എന്ന് കേട്ടു. എന്താണ് താങ്കളുടെ? അതെ, തീർച്ചയായിട്ടും വളരെ ചോദ്യം. അതാണ് സ്പെസിഫിക് ആയിട്ടുള്ള മാധ്യമ പ്രവർത്തകർക്ക് പറയാൻ ധൈര്യമില്ലാത്ത രാഷ്ട്രീയ ഭീരുക്കൾ, മാധ്യമ ഭീരുക്കൾ പറയാനും കേരളത്തിലെ ജനങ്ങളോട് പറയാതിരിക്കാനും. എങ്ങനെയായിരിക്കും ധർമ്മടത്ത് സഖാവ് പിണറായി വിജയന്റെ മാർച്ച് പറയണ്ടേ? അതാണല്ലോ ഇവിടെ മുഖ്യ കഥാപാത്രം. ഈ നാടകത്തിലെ ഹാംലെറ്റ് നാടകത്തിലെ മുഖ്യ കഥാപാത്രമാണ് ഹാംലെറ്റ്, ഡെൻമാർക്ക് രാജകുമാരൻ. ഈ തെരഞ്ഞെടുപ്പിലെ ഹാംലെറ്റ് നാടകത്തിലെ രാജകുമാരൻ സഖാവ് പിണറായി വിജയനാണ്. അദ്ദേഹത്തിന്റെ മണ്ഡലമായ പിണറായിയിൽ അദ്ദേഹത്തിന്റെ വോട്ട് കുറയുമോ കൂടുമോ? തീർച്ചയായും ഞാൻ പറയാം, കുറയാൻ പോവുകയാണ്. താങ്കൾ മന്ത്രിമാരുടെ കാര്യം പറയുമ്പോൾ മുഖ്യമന്ത്രിയിൽ നിന്ന് തുടങ്ങണമല്ലോ, അല്ലാതെ പറയാം. ഇനി ഭയപ്പെടുന്ന, ഞാൻ കരുതുന്ന തോൽക്കാൻ സാധ്യതയുള്ള മന്ത്രിമാരെന്നുള്ള നിലയ്ക്ക് തിരൂരിൽ നിന്ന് മത്സരിക്കുന്ന അബ്ദുൾ റഹ്മാൻ എന്ന് മനസ്സിലായി. അതായത് വാശി പിടിച്ച് താനൂരിൽ നിന്ന് ജയസാധ്യതയുള്ള തിരൂർ ചോദിച്ചു മേടിച്ച അബ്ദുൾ റഹ്മാൻ ഇത്തവണ തോൽക്കാൻ പോവുകയാണ്. കാരണം പൂർവാധികം ശക്തമായ മുസ്ലിം കൺസോളിഡേഷൻ ആണ് നടന്നിട്ടുള്ളത്. കാന്തപുരം അനുഭാവികൾ പോലും ഉസ്താദിന്റെ നിർദ്ദേശം തിരസ്കരിച്ചുകൊണ്ട് UDF വോട്ട് ചെയ്യുന്ന പല സ്ഥലങ്ങളും ഇത്തവണ കേരളത്തിൽ ഉണ്ടാവും. അതിന്റെ പല കാരണങ്ങളുമുണ്ട്. ഞാനപ്പോ മന്ത്രിയുടെ കാര്യം പറയുമ്പോൾ പിണറായിയുടെ ധർമ്മടത്തുള്ള മാർജിൻ ഇനി വരുന്ന ദിവസങ്ങളിൽ ഞാൻ വെല്ലുവിളിക്കുന്നു കേരളത്തിലെ മാധ്യമ പ്രവർത്തകരോട്. ധൈര്യമുണ്ടെങ്കിൽ കൂടുമോ കുറയുമോ എന്ന് പറയാൻ, എത്ര കുറയുമെന്നും പറയാൻ നമുക്ക് ശ്രമിക്കാം. പിന്നീട് തിരൂർ, പിന്നീട് നമ്മൾ പിന്നെ വളരെ വളരെ ഒരു വളരെ താങ്കൾ സൂചിപ്പിച്ച പോലെ പേരാമ്പ്ര എന്നാൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്ര വലിയ ഒരു കമ്മ്യൂണിസ്റ്റ് കോട്ടയില്ല. അവിടെ നിൽക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഐക്യമുന്നണിയുടെ തലവനാണ്. അവിടെ തോൽക്കുമെന്ന സീറ്റാണെന്നുള്ള ഒരു ധാരണയിൽ ഒരു മുസ്ലിം പെൺകുട്ടിയെ അവിടെ നിർത്തിക്കൊണ്ട് UDF മത്സരിക്കുകയാണ്. പക്ഷേ അവിടെ നിന്ന് കിട്ടുന്ന ക്യാമ്പയിൻ റിപ്പോർട്ടുകൾ, ആ പെൺകുട്ടി ഉണ്ടാക്കിയിട്ടുള്ള ഉത്സാഹം, മുസ്ലിങ്ങളിൽ മാത്രമല്ല കോൺഗ്രസ് പ്രവർത്തകരിലും ഉണ്ടാക്കിയിരിക്കുന്ന ഉത്സാഹം, അത് നമുക്ക് വളരെ 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 അത്യപൂർവമാണ്. എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കൾ, താങ്കൾ കൂടി അറിയുന്ന ഡൽഹിയിൽ നിന്നുള്ള സുഹൃത്തുക്കൾ അവിടെ പോയി ഒരു ദിവസം പ്രവർത്തനം കണ്ടതിന് ശേഷം പറഞ്ഞത്,
അത്ഭുതാവഹമായ ആവേശമാണ് കാണുന്നത്. അതിന് ആനുപാതികമായിട്ടുള്ള ആവേശം പേരാമ്പ്രയിൽ സഖാവ് ടി പി രാമകൃഷ്ണന് കാണുന്നില്ല. ഇത് തെറ്റോ ശരിയോ ആവാം, പക്ഷെ പറയുമ്പോൾ പറയാനുള്ള ചങ്കുറപ്പ് വേണം എന്തെങ്കിലും, അല്ലാതെ അവിടെ ഇവിടെയും കടുത്ത മത്സരം എന്ന് എഴുതിയത് കൊണ്ടല്ല. അപ്പൊ അത് നമ്മൾ മന്ത്രിമാരിൽ പെടുത്തുന്നില്ല എങ്കിലും താങ്കൾ ചോദിച്ചുകൊണ്ട് പറയുകയാണ്. അതുപോലെ കടുത്ത മത്സരം തന്നെയാണ് ഇരിങ്ങാലക്കുടയിൽ സഖാവ് ബിന്ദു നേരിടുന്നത്. വീണ ജോർജ് ആറന്മുളയിൽ നേരിടുന്നത്. എന്തിനാണ് ഇത് മടിക്കേണ്ടത്? ആറന്മുളയിൽ കൃത്യമായ ബി ജെ പിയുടെ സാന്നിധ്യം അപകടകരമാം വിധം ക്ലോസ് ആണ്. പക്ഷെ അവർ പിടിക്കുന്ന വോട്ടുകൾ എങ്ങനെ വീണ ജോർജിനെ ബാധിക്കും? അതായത് ഒരു കാര്യം മനസ്സിലാക്കണം, വീണ ജോർജിന് ഇത്തവണ ഓർത്തഡോക്സ് സഭയുടെ പൂർണ്ണ പിന്തുണ ഇല്ല. ഇത് വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട. അവരുടെ ബിഷപ്പ് തന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. വീണ ജോർജിന് തെരഞ്ഞെടുപ്പ് രംഗത്ത് വരുമ്പോൾ ഉണ്ടായിരുന്ന പ്രധാന അഡ്വാൻറ്റേജ് അവരുടെ ഭർത്താവ് അവരുടെ ലേ സെക്രട്ടറി ആയിരുന്നു ആ സഭയുടെ. അതായിരുന്നു അവർക്ക് കിട്ടിയിരുന്ന വോട്ടുകളുടെ അടിസ്ഥാനം. ഇത്തവണ അത് ഇല്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നാം ജനങ്ങളോട് പറയുന്നില്ല. ഞാൻ ജനങ്ങളോട് പറയുന്ന കാര്യങ്ങളാണല്ലോ പൊതുമണ്ഡലത്തിൽ വരിക. അതുകൊണ്ട് വീണ ജോർജ് ഒരു 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 ദുർബല വിക്കറ്റിലാണ്. പിന്നെ എന്തിന് എലത്തൂർ പോലെ CPM-ന് സുരക്ഷിതമായിട്ടുള്ള സീറ്റിൽ മത്സരിക്കുന്നത് എ കെ ശശീന്ദ്രൻ എന്ന വയോവൃദ്ധനായ ഈ മന്ത്രിസഭയിലെ ഏറ്റവും മോശം പ്രകടനമെന്ന് ഒരു അദ്ദേഹത്തെ ടെലിവിഷനിലോ അല്ലെങ്കിൽ പൊതുരംഗത്തോ വിവാദങ്ങളിലോ കണ്ടിട്ടുള്ള ഏത് മലയാളിക്കും തിരിച്ചറിയുന്ന ശ്രീ എ കെ ശശീന്ദ്രൻ പോലും ഒരു വലിയ വെല്ലുവിളിയാണ് ഈ എലത്തൂർ പോലെയുള്ള ഒരു CPM മണ്ഡലത്തിൽ നേരിടുന്നത്. ഇതേപോലെ കണ്ണൂരിൽ സുധാകരൻ ഫാക്ടർ LDF-നെ സഹായിച്ചില്ലെങ്കിൽ അവിടെയും കടന്നപ്പള്ളി രാമചന്ദ്രന് മുസ്ലിം കൺസോളിഡേഷന്റെയും കോൺഗ്രസിന്റെ ഒരു റിവൈവൽ, വർക്കേഴ്സിന്റെ റിവൈവൽ